ഹായ് ഓൾ, നമുക്ക് പെട്ടെന്നൊരു മുട്ട ബിരിയാണി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരു 5-6 വെല്ലുള്ളി, അതിന് കണക്കായിട്ട് ഒരു 4-3 തക്കാളി എടുത്തിട്ട് ഇതേപോലെ നല്ല പോലെ വഴറ്റുക. അതായത് നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് മസാലയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അതവിടെ നിന്ന് വഴണ്ടോട്ടെ. അടുത്തത് നമുക്ക് ഈ ബിരിയാണിക്ക് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങയും മല്ലിച്ചപ്പും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അതവിടെ നിൽക്കട്ടെ. അതിന് ശേഷം നമുക്കിനി അരിൻ്റെ കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക, ആവശ്യത്തിനുള്ള ഓയിൽ അരിക്ക് കണക്കായിട്ട് ഒഴിക്കുക. അതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് മേലെ, അതായത് നമ്മൾ എത്രയാണോ അരിയെടുത്ത് അതിൻ്റെ കുറച്ചും കൂടി മേലെയായിട്ട് വെള്ളം വരുന്ന വിധത്തിൽ ഇതേപോലെ ഒഴിച്ചതിന് ശേഷം കുക്കർ, ഇതിപ്പം ഓഫാക്കിയതാണ് കാണുന്നത്, ഇത് ലാസ്റ്റത്തെ പാർട്ടാണ്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. അതിനുശേഷം ആ കുക്കർ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ തുറക്കേണ്ടത്. അപ്പോഴത്തേക്ക് അരി പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ ബിരിയാണീൻ്റെ മേലെ ഈ ഗോൾഡൻ കളറിൽ കുറച്ചിങ്ങനെ ഇതേപോലെ ഉള്ളി ഇട്ട് കൊടുക്കും. അതേപോലെ ഇങ്ങനെ വഴറ്റിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഇതിപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. തൈര് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പെട്ടെന്ന് കഴിയും, ഒരു 10-20 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇതേപോലെ